ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് റുട്ടീനാണ്. അത് 4 മണി മുതൽ 6 മണി വരെ ഉള്ളത്. സാധാരണയായിട്ട് ഞാൻ 4 മണിക്ക് തന്നെ എഴുന്നേൽക്കാറുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഒരു മാറ്റം. സാധാരണ ഞാൻ രാവിലെ അടുക്കള ജോലികളെല്ലാം തീർത്തതിന് ശേഷമാണ് കുളിച്ച് വിളക്ക് വെക്കുന്നത്. ഇപ്പോൾ ഈ അടുത്തായിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെക്കുന്നത് വളരെ ഐശ്വര്യമാണ്. നമുക്ക് വളരെ ഒരു മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്. പല യൂട്യൂബേഴ്സ് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ അതിലോട്ടുള്ളൊരു ശ്രമത്തിലാണ്. എഴുന്നേൽക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് പിന്നെ കിച്ചണിൽ ജോലികളൊക്കെ ചെയ്തതിന് ശേഷമാണ് കുളിക്കാറ്. അപ്പോൾ അതിനൊരു മാറ്റം, അതാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. രാവിലെ 3:50 ആയപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റിരുന്നു. പിന്നെ ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വെള്ളയപ്പവും കടലക്കറിയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ വെള്ളയപ്പത്തിലുള്ള മാവ് തലേദിവസം അരച്ച് വെച്ചിരുന്നു. അതിൽ കടല കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ ആദ്യം എഴുന്നേറ്റിട്ട് ചെയ്തത് കടല പ്രഷർ കുക്കറിൽ വേവിക്കാൻ വെച്ച്, പിന്നെ പതിവ് പോലെ ഒരു ചായ ഇട്ട്. അപ്പോൾ ചായ ഇട്ട് വെച്ചതിന് ശേഷം ഒന്ന് ഓടിച്ച് വീട് തൂത്തുക വാരി, അതായത് മുഴുവനായിട്ടല്ല, അടുക്കളയും പിന്നെ ഹോളും വരാന്തയും. അതായത് തലേദിവസം അടിച്ച് വാരിയതുകൊണ്ട് തന്നെ അഴുക്കൊന്നുമില്ല, എന്നാലും പെട്ടെന്നൊന്ന് തൂത്തുവാരി ചെയ്തെന്ന് മാത്രം. അതിനുശേഷം ആണ് ചായ കുടിച്ച്. പിന്നെ അപ്പോഴേക്കും കടല വിസിൽ വന്നൊക്കെ ഓക്കെ ആയിരുന്നു, വെന്തിരുന്നു. എന്നിട്ട് പിന്നെ വേഗം കുളിക്കാൻ പോയി. സാധാരണ ഞാൻ ചെയ്യാറുള്ളത്, പിന്നെ ബാക്കിയുള്ള പണികളിങ്ങനെ ചെയ്ത് നിന്ന് സമയം പോകും, കുളിക്കുന്നത് വൈകും. അപ്പോൾ അതിൽ നിന്നുള്ളൊരു മാറ്റത്തിലാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ കുളിച്ച് വന്നതിന് ശേഷം പിന്നെ ചെയ്യുന്നത് വിളക്ക് വെക്കലാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തലേദിവസം വെച്ച പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, അതുപോലെ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് കടലക്കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് സവാള, പച്ചമുളക്, ആ സംഭവങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടാണ് പോയത്. ഒരു 4:45 ആയപ്പോഴേക്കും വിളക്ക് വെക്കൽ കഴിഞ്ഞ്. പിന്നെ അടുത്തത് കർക്കിടക മാസം ആയതുകൊണ്ട് രാമായണം വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു 10 മിനിറ്റ് രാമായണം വായിക്കാൻ ഇരിക്കുകയാണ്. അപ്പം അതിൽ പ്രധാനം എനിക്ക് ഈ രാമായണം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റായിട്ട് സർപ്രൈസായിട്ട് അയച്ചതാണ്. അതെനിക്കപ്പോൾ ഒരുപാട് സന്തോഷമായി. കാരണം ഞാൻ രാമായണം വായിക്കണം, ഈ പുതിയ രാമായണം വാങ്ങണം. ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ രാമായണം ഇല്ല. അപ്പോൾ രാമായണം വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്, പക്ഷെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് കർക്കിടക മാസത്തിന് മുന്നേ തന്നെ സർപ്രൈസായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നതാണ്. അത് ഞാൻ പിന്നീടാണ് ആരാണ് അയച്ചതെന്നൊക്കെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അറിയണത്. അപ്പോൾ അത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ എന്നും ഇങ്ങനെ വായനയൊന്നുമില്ല, ഇതിപ്പോൾ ഈ അടുത്ത തുടങ്ങിയതാണ്. അപ്പോൾ ഈ റുട്ടീൻ മാറ്റിയപ്പോൾ അതിനൊരു 10 മിനിറ്റൊക്കെ അതിനൊരു സമയം, അല്ലെങ്കിൽ എനിക്ക് രാവിലെ അങ്ങനെ സമയം കിട്ടാറില്ല. പിന്നെ കർക്കിടക മാസത്തിൽ മാത്രമേ രാമായണം വായിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതല്ലട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോൾ കർക്കിടക മാസത്തിൽ ഞാനിപ്പോൾ വായിക്കാൻ തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. രാമായണം നമുക്ക് എപ്പോഴും വായിക്കാം. അതിനുശേഷം ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ട് പിന്നെ വെള്ളയപ്പവും കടലക്കറിയൊക്കെ പ്രിപ്പയർ ചെയ്യണം. ഇതൊക്കെ തലേദിവസം എല്ലാം വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ അരച്ച് വെച്ചിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ കടല വെന്തിട്ടുണ്ട്. അതിനിപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സവാള, പച്ചമുളക്, ഇഞ്ചി, അതെല്ലാം, തക്കാളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടി വഴറ്റി അതിന് വേണ്ട മസാലപ്പൊടികളൊക്കെ ഇട്ട് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്ത് തീർക്കണം. ഇത് മാത്രം, ബ്രേക്ക്ഫാസ്റ്റ് ഇത് മാത്രം മതി. പിന്നെ ലഞ്ച് ഇപ്പം റെഡിയാക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ലഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും ഇതിൽ കാണിക്കുന്നില്ല. വെള്ളയപ്പം ചുടുന്നതിനിടയിൽ തന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി അതെല്ലാം അരിഞ്ഞു വെച്ച് വേഗം കറിയും റെഡിയാക്കണം. പിന്നെ പാത്രങ്ങളെല്ലാം ഒന്നും അത്യാവശ്യം എടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അങ്ങോട്ട് കഴുകി വെക്കണം. പിന്നെ വേറെ പാത്രമൊന്നുമില്ലല്ലോ, രാത്രി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ കിച്ചണിൽ വേറെ ജോലിയൊന്നുമില്ല. ഇത് രണ്ടും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ
ഏകദേശം ഒരു 5:45 എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞിരുന്നു. പിന്നെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് എനിക്ക് വേറെ ജോലികളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അതും കൂടെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് കുറേ ഫ്രീ ടൈം കിട്ടുന്ന ജനലൊക്കെ തുറന്ന് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പതുക്കെ നടക്കുക, നോക്കി നിൽക്കുക, അങ്ങനെയൊക്കെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് കുറച്ച് സമയം കിട്ടും. അപ്പോൾ അതെനിക്ക് വളരെ ആശ്വാസമായിട്ട് തോന്നി. ഞാൻ സാധാരണ എല്ലാ ജോലിയും ചെയ്തിട്ട് കുളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഓട്ടപ്പാച്ചിലായിരിക്കും. ഇതിപ്പം ശരിക്കും അതങ്ങനെ ശീലമില്ലാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒന്ന് പതുക്കെ പതുക്കെ അത് ചെയ്ത് പിന്നീട് ചെയ്യുന്ന ജോലികൾ നമുക്ക് വളരെ അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതാണ് ആ മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു പ്രധാന കാര്യം ചെയ്യാനാണ് നേരത്തെ എഴുന്നേൽക്കണേ നമ്മൾ നേരത്തെ ഉറങ്ങിയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനും ഒരുപാട് വൈകി കിടക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പതുക്കെ ഉറക്കം നേരത്തെ ആക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഉറക്കത്തിൻ്റെ സമയം നമ്മളൊന്ന് ശ്രദ്ധിക്കണം, നേരത്തെ കിടക്കാൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്